ഹായ് കൂട്ടുകാരെ, അപ്പോൾ കുറേ നാളത്തിന് ശേഷം ഒരു ലോങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. അപ്പോൾ ഈ പുലർച്ച 3 മണിയാണ് ഇത്. ഈ 3 മണിക്ക് ഇവളെന്താ ചെയ്യുന്നതെന്നല്ലേ, നമ്മളൊരു ടൂർ പോകാൻ തീരുമാനിച്ചു. ലേഡീസ് ഓൺലി ട്രിപ്പാണ് കേട്ടോ. നമ്മൾ വർഷത്തിലൊരിക്കൽ പോകുന്നതാണ് കേട്ടോ. അധികവും സ്കൂൾ വെക്കേഷൻ ടൈമാണ് പോക്ക്. ഈ പ്രാവശ്യം അങ്ങനെ തന്നെയാണ് പോയത്. അപ്പോൾ 2 കൊല്ലമായി നമ്മൾ കാണാൻ ആഗ്രഹിച്ചൊരു സ്ഥലത്തേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. എല്ലാവരും ഈ ചൂടുകാലത്ത് ഊട്ടി, കൊടൈക്കനാൽ, മൂന്നാർ, വയനാടൊക്കെ പോകുമ്പോൾ നമ്മൾ നേരെ ഓപ്പോസിറ്റായി ചിന്തിച്ചു, നമുക്ക് നല്ല ചൂടുള്ള സ്ഥലത്തേക്ക് പോയാലോ. തലക്ക് ചൂടുള്ള ആൾക്കാരെല്ലാം ഇങ്ങനെയൊക്കെയല്ലേ ചിന്തിക്കൂ. അതുകൊണ്ടായിരിക്കാം. അതുമാത്രമല്ല, ആ ഒരു നാടിൻ്റെ ഭംഗി കണ്ടിട്ടൊരു മനസ്സിലൊരു ഇടം എന്ന് പറയേണ്ട അങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോയാലോ എന്ന് 2-3 കൊല്ലമായി ആഗ്രഹിച്ചിട്ട് കേട്ടോ. അപ്പോൾ 2 കൊല്ലം മുമ്പ് നമ്മൾ പോയിരുന്നു നെല്ലിയാമ്പതിയിൽ, പാലക്കാട് ജില്ലയിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ ഒരു 2 കൊല്ലം മുന്നേ നമ്മൾ പോയിരുന്നു, നെല്ലിയാമ്പതിയിലേക്കാണ് പോയത്. അപ്പോൾ അവിടെ നിന്ന് പാലക്കാടിലേക്ക് നമുക്ക് ഫുൾ കവർ ചെയ്യാൻ പറ്റിയില്ല. ഒരു ദിവസം 1 ഡേ ടൂറായിട്ടാണ് നമ്മൾ പോയത്. അപ്പോൾ നെല്ലിയാമ്പതി മാത്രമേ നമുക്ക് കവർ ചെയ്യാൻ പറ്റിയുള്ളൂ. നമ്മളിവിടുന്ന് കണ്ണൂരിൽ നിന്നാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ കൊല്ലം പ്ലാൻ ചെയ്ത് നിൽക്കുമ്പോഴാണ് ചൂട് കാരണം അവിടെ എന്താ റെസ്ട്രിക്ഷൻസ് എല്ലാം വന്ന സമയത്തായിരുന്നു നമ്മൾ പോകാൻ പ്ലാൻ ഇട്ടത്. അപ്പോൾ പിന്നെ എല്ലാവർക്കും ഒരു പേടിയായിട്ട് നമ്മളതൊന്നും ബാക്ക് ചെയ്ത് നമ്മൾ വയനാട്ടിലേക്ക് വിട്ടു. വന്നേരേ പറഞ്ഞാണ് 2 ഡേയ്സ് ടൂറിന് വേണ്ടിയിട്ട് നമുക്ക് പാലക്കാട് പോകാം. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ പിന്നെ അത് സ്കൂൾ പൂട്ടി പെട്ടെന്ന് തന്നെ വിഷു കഴിഞ്ഞപ്പോൾ അവിടെ നമ്മൾ പോകാമെന്നുള്ള തീരുമാനത്തിലെത്തി. അപ്പം നമ്മൾ പുലച്ചക്ക് 3-3:30 ആയിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ രാത്രി ഉറങ്ങിയൊന്നുമില്ല, കിടക്കുമ്പോൾ തന്നെ 12 മണി കഴിഞ്ഞിരുന്നു. പിന്നെ 2 മണിക്ക് എഴുന്നേറ്റ് റെഡിയായി 3:30ക്കാണ് അവിടെ നിന്ന് വിട്ടത്. അപ്പോൾ രാവിലെ ആകുമ്പോഴേക്ക് പാലക്കാട് എത്തുമല്ലോ എന്ന് ചോദിച്ചു. അപ്പം നമ്മൾ വണ്ടി കയറിയപ്പോൾ തന്നെ നമ്മൾ ഡാൻസും പാട്ടൊക്കെ തുടങ്ങി. കുറച്ച് സമയം ഒന്ന് ശാന്തമായിരുന്നു. പിന്നെ എല്ലാവരും പറഞ്ഞ് രാവിലെ ആയാലും ഈ ചൂട്ടത്ത് ഡാൻസ് കളിക്കാനൊന്നും പറ്റില്ല, അപ്പോൾ നമുക്ക് പോകുമ്പോൾ തന്നെ ഡാൻസൊക്കെ കളിച്ച് പോകാമല്ലോ. അപ്പം നമ്മൾ പോകുമ്പോൾ തന്നെ നല്ല വൈബായിട്ടാണ് കേട്ടോ പോയത്. ഈ പറയുന്ന ലേഡീസ് ഓൺലി ട്രിപ്പ് ആയതുകൊണ്ട് നമ്മൾ ലേഡീസ് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് കളിച്ച കളി എന്തായാലും വണ്ടി ചെയ്ത് കളിക്കാം. ആണുങ്ങൾ കാണുമോ എന്നുള്ളൊരു പേടിയൊന്നും വേണ്ട. ഡ്രൈവറും ക്ലീനറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബസ്സിൽ, ബാക്കിയൊക്കെ ലേഡീസാണ്. പിന്നെ കുട്ടികളുണ്ടായിരുന്നു കേട്ടോ, നമ്മളെയൊക്കെ കുട്ടികളുണ്ടായിരുന്നു. അവരെ ആണുങ്ങളെന്ന് പറയാനുണ്ടായിരുന്നുള്ളൂ എക്സ്ട്രാ. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ വൈബായിട്ട് അടിച്ചു പൊളിച്ച് നമ്മളെല്ലാവരും ഒരുപോലെ വൈബുള്ള ആൾക്കാർ തന്നെയാണ് കേട്ടോ ടൂറിൽ പകുതിയും മുക്കാലും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് എല്ലാവരും ഒരുപോലെ അടിച്ചു പൊളിച്ചു. അപ്പോൾ നമ്മൾ മാക്സിമം, അപ്പോൾ ഞാനിത് കുറച്ച് റീൽസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് എടുത്ത വീഡിയോസാണ് കേട്ടോ. അതാണ് ഈ ചെറിയ സൈസിലെടുത്തത്. അപ്പോൾ ലോങ് വീഡിയോ ആയാലും ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടില്ല. അപ്പോൾ നമ്മളെ കുട്ടിപ്പട്ടാളങ്ങളാണിത് കേട്ടോ. അപ്പോൾ പാട്ട് ഡാൻസൊക്കെ കഴിഞ്ഞ് എല്ലാവരും പിന്നെ റെസ്റ്റ് എടുക്കുന്ന സമയം എല്ലാവരും ഉറക്കത്തിൻ്റെ ടൈമിലായി. ഉറക്കം കഴിഞ്ഞ് എണീറ്റ് അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിർത്തി. ഇവിടെ സ്ഥലം എന്ന് ചോദിച്ചാലൊന്നും എനിക്കറിയത്തില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിർത്തിയിട്ട് കോമഡി എന്താണെന്ന് വെച്ചാൽ അവർ ഇത്രയും ആൾക്കാരെ പ്രതീക്ഷിച്ചില്ലായിരുന്നല്ലോ. അപ്പോൾ അവരുടെയൊക്കെ വേണ്ടുന്നത്ര ഫുഡില്ലായിരുന്നു. അപ്പം നമ്മളത് പൊറോട്ട കിട്ടി, കറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ഒരു പൊറോട്ട മൊത്തം തീർന്നു കഴിഞ്ഞാൽ കറി കിട്ടിയത്. അതും പറഞ്ഞ കറി കിട്ടിയില്ല, ചിക്കൻ കറിക്ക് പറഞ്ഞിട്ട് മീൻ കറിയൊക്കെ കിട്ടിയത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വേഗം പോകണം എന്നുള്ളതുകൊണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ വണ്ടി കയറി മേക്കപ്പ് എല്ലാം ഇട്ട്, കാരണം രാവിലെ മേക്കപ്പ് എല്ലാം ഇട്ട് കയറി കഴിഞ്ഞാൽ പൊലച്ചൊക്കെ കയറി കഴിഞ്ഞാൽ കാര്യമില്ലല്ലോ എന്ന് വെച്ചാൽ നമ്മൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് നമ്മൾ വണ്ടിയിൽ നിന്നൊക്കെ മേക്കപ്പ് തന്നെ ഇട്ടു. പിന്നെ നമ്മൾ നേരെ പോയത് വരിക്കാശ്ശേരി മനയാണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും ചെറുപറയെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അധികം റഷായിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റാത്ത ആ രീതിയിലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. മിതമായ ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഫോട്ടോ എടുക്കാനൊന്നും ബുദ്ധിമുട്ടില്ലായിരുന്നു. പിന്നെ ഒരു ബുദ്ധിമുട്ട് തോന്നിയത് അതിൻ്റെ കയറുന്ന സ്ഥലത്ത് ഫോട്ടോ എടുക്കാൻ ആൾക്കാർ ഇങ്ങനെ ക്യൂ നിൽക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് തിരക്കും. പിന്നെ ഉള്ളിൽ നമ്മൾ വിചാരിച്ച സ്ഥലത്തുനിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റില്ല, കാരണം വീഡിയോ ഷൂട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കല്യാണത്തിൻ്റെയൊക്കെ. അതിൻ്റെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ നടുക്ക് പോയിട്ട് നമുക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ലല്ലോ. ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. നമ്മൾ മാക്സിമം അവിടെ എൻജോയ് ചെയ്തിരുന്നു കേട്ടോ. നമ്മൾ ടൂറിൽ നിന്ന് ഒരു സ്ഥലം കണ്ടപ്പോഴവിടെ നിന്ന് ഇറങ്ങി. ആ ഒരു ടൈപ്പ് ടൂറായിരുന്നില്ല ഇപ്രാവശ്യം. നമ്മളെവിടെയെങ്കിലും ഇറങ്ങി ഇത്ര ടൈം കൊടുക്കും. ഇവിടെ ഇന്നത്തെ ദിവസം ടൈമൊന്നും കൊടുത്തില്ലായിരുന്നു. നമ്മൾ കണ്ടു കഴിഞ്ഞ രീതിയിൽ ഇറങ്ങാമെന്ന് ചോദിച്ചിട്ട് നമ്മൾ മാക്സിമം റിലാക്സ് ചെയ്ത് കണ്ടിരുന്നു കേട്ടോ. ഒരുപാട് സമയം എടുത്തിട്ടൊന്നും കണ്ടില്ല, റിലാക്സ് ചെയ്തിട്ട്. ഓരോരുത്തരുടെ രീതിയിൽ ഫോട്ടോ എടുക്കുന്നപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റെതായ കമൻറ്റുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും കുറച്ച് റീൽസൊക്കെ എടുക്കാൻ വേണ്ടി കുറച്ച് ഷോർട്സൊക്കെ എടുത്തു. അപ്പോൾ അങ്ങനെ കുറേ നമ്മൾ അങ്ങ് മേലെയൊന്നും കയറാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. ഇത് ആ കിച്ചൺ ഏരിയ എന്ന് തോന്നുന്നു കേട്ടോ. പണ്ടത്തെ ആ ഒരു സ്റ്റൈലൊക്കെ കാണാൻ നല്ല രസമുണ്ട്. അത്ര വലിയ എന്താ പറയുക ഐറ്റംസ് ഒന്നുമില്ല കിച്ചണിലൊന്നും, പക്ഷേ അടിപൊളി. ഈ എന്താ പറയുക കിണറൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ സിനിമ ഷൂട്ടൊക്കെ കഴിഞ്ഞ സ്ഥലമാണിത്. അപ്പോൾ സിനിമയിലായി നമ്മളിതൊക്കെ കണ്ടിട്ടുള്ളൂ, ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ വരുന്നത്.
ഇതൊക്കെ കാണേണ്ടതുകൊണ്ടാണ് പാലക്കാട് എന്നുള്ളൊരു ഓപ്ഷൻ നമ്മൾ വെച്ചത് കേട്ടോ. ചിത്രപ്പണികളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ ഒരു കുളം ഉണ്ടെന്ന് പറഞ്ഞു, അത് കാണാൻ വേണ്ടി നമ്മൾ പോകുന്നത്. ബാക്കി എല്ലാവരും കുളമൊക്കെ കണ്ട് കഴിഞ്ഞു. നമ്മൾ ഫോട്ടോ എടുക്കുന്ന ഇതിൽ കുറച്ച് അവിടെ ടൈം ഇതായിപ്പോയി. അപ്പം നമ്മൾ മാത്രം കാണാൻ പോകുന്നു. കുളത്തിലങ്ങനെ ഇറങ്ങാനൊന്നും പറ്റത്തില്ല, അവിടെയൊക്കെ എന്താ പറയണ്ടേ ഗേറ്റ് ഇട്ട് പൂട്ടിയിരിക്കുകയാണ് കേട്ടോ. അത് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. ഇറങ്ങുന്നുണ്ടായിരുന്നു, ഇപ്പം ആരും ശ്രദ്ധിക്കൂലല്ലോ കുട്ടികളിൽ ഇറങ്ങിയാൽ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഇപ്പുറത്തെ ഭാഗം ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു, അതിലും കയറി. അപ്പോൾ ഇതിൻ്റെ സ്റ്റെപ്പ് കണ്ടോ, പണ്ടത്തെ രീതിയിലുള്ള. ഇത് കയറാൻ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. ഒന്നാമത് തുരുമ്പിച്ച സ്റ്റെപ്പ്, രണ്ടാമത് ഈ സ്റ്റെപ്പിൻ്റെ ഒരു സ്ട്രക്ചറും. അപ്പോൾ ഇവിടുന്ന് നല്ല വ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല കുറേ കല്യാണ വീഡിയോസൊക്കെ എടുക്കാൻ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അധികം സമയമൊന്നും അവിടെ ചിലവഴിച്ചില്ല. നമ്മൾ വീണ്ടും താഴേക്ക് ഇറങ്ങി നമ്മൾ ഇവിടുന്ന് ഒരു റീൽസൊക്കെ എടുത്തു. മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ, ഒരു ടൂർ കൊണ്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാമെന്നാണല്ലോ. ഈ റീൽസിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ, ഷോർട്സ് ആയിട്ട്. അത് കഴിഞ്ഞ് വണ്ടി കയറി എല്ലാവരും ഇതേ നോക്കി ആദ്യം പോലെ തന്നെ ഉറങ്ങാൻ തുടങ്ങി. അപ്പം ഞാൻ ഓരോ വീഡിയോ ഇങ്ങനെ എടുത്തു, എല്ലാവരും ഈ ഉറങ്ങുന്നത്. അപ്പം ഞാൻ ലാസ്റ്റ് ഞാൻ പറഞ്ഞു, ഇതേതോ ഒരു റീൽസിൽ പറഞ്ഞ പോലെ എല്ലാവരും ഉറങ്ങുന്നത് വയ്യ നോക്കുക, വണ്ടിയിലെ ഡ്രൈവർ അടക്കം ഉറങ്ങുന്നുള്ളൊരവസ്ഥ എത്തുമെന്നൊരു പേടിയുണ്ടെങ്കിൽ ഞാൻ ഡ്രൈവറെ നോക്കാൻ പോയി. അപ്പം പേടിച്ച പോലെയൊന്നും സംഭവിച്ചില്ല, ഡ്രൈവർ നല്ല രീതിയിൽ വണ്ടി ഓടിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ പാലക്കാട് കോട്ടയിലേക്കാണ് പോയത്. കോട്ടയിൽ പേരൊന്നും എനിക്കറിയത്തില്ല. അവിടെ എത്തുമ്പോഴേക്കും ഞാൻ കോട്ടയിൽ കയറേണ്ടതെന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഒരുപാട് ആമകൾ. ഇതെന്ത് തോട എന്താണെന്ന് എനിക്കറിയത്തില്ല, അവിടെ ഫുൾ ആമകളായിരുന്നു കേട്ടോ. ആമകളും മീനുകളും, മീനിനെക്കാട്ടിയും കൂടുതൽ ആമകളാണെന്ന് തോന്നുന്നു. അപ്പോൾ കോട്ടയം എൻട്രൻസിലേക്കാണ് ഈ പോകുന്നത്. ഞാൻ ഒരുപാട് വീഡിയോ ഒന്നും എടുത്തില്ല, കാരണം ഇവിടെ എത്തുമ്പോഴേക്ക് തന്നെ എനിക്ക് ചെറിയ ശാരീരിക പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ നിന്ന് വീഡിയോ ഒന്നും എടുത്തില്ല. ഞാൻ അവിടെ എവിടെയും കറങ്ങാൻ പോയില്ല. എൻട്രൻസ് കയറി അവിടെ മരത്തിൻ്റെ ചുവട്ടിലിരുന്നു, തീരെ വയ്യായിരുന്നു. അപ്പോൾ തിരിച്ച് വണ്ടിയിലേക്ക് തന്നെ വന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഉച്ചക്കത്തെ ലഞ്ച് കഴിക്കാൻ കയറിയതാണ് കേട്ടോ. നമ്മൾ മുന്നേ പാലക്കാട് നെല്ലിയാമ്പതി വന്നപ്പോൾ ഈ സ്ഥലത്ത് കയറിയതാണ് കേട്ടോ. മക്കൾ ബിരിയാണി ഓർഡർ ചെയ്തു, നമ്മൾ സാധാരണ മീൽസ് ഓർഡർ ചെയ്തു. പായസമൊക്കെ ഉണ്ടായിരുന്നു, അടിപൊളി ഭക്ഷണമായിരുന്നു. ബിരിയാണി എത്ര പോരായിരുന്നു. ഒരു സ്ഥലത്ത് പോയി, വട്ടവടയാണെന്ന് തോന്നുന്നു, പക്ഷെ അവിടെ വരൾച്ച ആയതുകൊണ്ട് കുറച്ച് അങ്ങനെ വലിയ സീനറി ഒന്നും തോന്നാത്തതുകൊണ്ട് നമ്മൾ ഇറങ്ങിയില്ല അവിടെ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഡാമിലേക്കാണ് പോയത്. മലമ്പുഴ ഡാം നമ്മൾ കഴിഞ്ഞ 2 കൊല്ലം മുമ്പേ വന്നെന്ന് പറഞ്ഞില്ല. നെല്ലിയാമ്പതി വന്നേരം മലമ്പുഴ ഡാം നമ്മൾ ലിസ്റ്റിലുണ്ടായിരുന്നു. പക്ഷേ നെല്ലിയാമ്പതി ട്രക്കിങ്ങൊക്കെ കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോഴേക്കും നമുക്ക് ഇവിടുത്തെ ടിക്കറ്റ് മിസ്സായി. നമ്മൾ ലാസ്റ്റാണ് വന്നത്. അപ്പം നമ്മൾ അവിടെ നിന്ന് ഈ കേബിൾ കാറിലേക്ക് പോകുന്നതാണ് കേട്ടോ. ഭയങ്കര പേടിയായിരുന്നു ആദ്യം. ഒരാൾക്ക് 71 രൂപയാണ്, 2 ആളാണ് ഒരു ഇതിലിരിക്കാൻ പറ്റും. അപ്പോൾ ഞാനും എൻ്റെ മോനാണ് ഇരുന്നത്. എനിക്കങ്ങ് ഭയങ്കര പേടി. ഇവിടെ ഇറങ്ങിയപാട് ഭയങ്കര ഒരു ആട്ടൊക്കെ, പിന്നെ ചെരുപ്പ് താഴെ പോകുന്നതായിരുന്നു പേടി. അപ്പോൾ പിന്നെയാണ് ഞാൻ അറിഞ്ഞത് ചെരുപ്പ് വീഴാണ്ടിരിക്കാൻ കാല് വെക്കാനൊരു സ്റ്റാൻഡൊക്കെ ഉണ്ട്. അതൊന്നും ആ ടെൻഷനിൽ ശ്രദ്ധിച്ചില്ല. മോനും ഞാനും ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടി. അപ്പം ഞാൻ പേടിച്ച് ഒച്ചപ്പാടാക്കുമ്പോൾ എൻ്റെ മോൻ പറഞ്ഞു, എന്തിനാമ്മ പേടിക്കാനൊന്നുമില്ലല്ലോ, നല്ല സേഫ് അല്ലേ, എല്ലാവരും പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവൻ എന്നെ സമാധാനിപ്പിച്ചത് കേട്ടോ. അന്നേരം ഞാൻ മനസ്സിലാക്കിയത് അവൻ ഇത്രയും ധൈര്യശാലിയാണ്. പിന്നെ ഒരു ആശ്വാസം, എല്ലാവരും ഇങ്ങനെ പോകുന്നു, മുന്നിലത്തെ വണ്ടി നോക്കിയിട്ടാണ് കേട്ടോ നമ്മളൊരു സമാധാനത്തിൽ നിന്നത്. പിന്നെ ഹെൽപ്പ് ലൈൻ നമ്പറൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഫോൺ എടുക്കാൻ തന്നെ പേടിയായിരുന്നു, കാരണം ഫോണാറ്റ കയ്യിൽ നിന്ന് വീണ് പോയാൽ പിന്നെ പറയണ്ട, ഡിസ്പ്ലേ ഒന്നും കിട്ടത്തില്ല, അത്രയ്ക്ക് ഹൈറ്റിലാണിത്. അപ്പോൾ പിന്നെ കയറാമെന്ന് വിചാരിച്ചത് വേറെ ഒന്നും കൊണ്ടല്ല, അഡ്വഞ്ചേഴ്സ് എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല. പക്ഷെ പിന്നെ നമ്മളെ നാട്ടിൽ ഇതില്ല, ഇനി ഇത് കയറാനായിട്ട് നമ്മൾ അങ്ങനെ ഇങ്ങ് വരത്തുമില്ല. അപ്പോൾ കിട്ടിയ ചാൻസ് മുതലാക്കുക എന്നുള്ള ഇതിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു എൻഡിലെത്തി. അപ്പോൾ അവിടെ നിന്ന് റൊട്ടേറ്റ് ചെയ്ത് വരുന്നതാണ് കേട്ടോ. ഇതാണ് ഡാമിൻ്റെ വ്യൂ. അങ്ങനെ നമ്മൾ റോപ്പ് വേലാണിപ്പോൾ. നമ്മളുള്ളത് റോപ്പ് വേലാണ് കേട്ടോ. ആദ്യം കയറാൻ കുറച്ച് പേടിയുണ്ടായിരുന്നു. ആദ്യം പിന്നെ അങ്ങനെ പേടിയൊന്നുമില്ല, പക്ഷെ എനിക്ക് കുറച്ച് പേടിയുണ്ട്. ഇപ്പോൾ കുറച്ച് പേടിയെല്ലാം മാറി എൻ്റെ ഫോണിൽ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് കേട്ടോ. അയ്യോ, ഇപ്പോൾ കൈയൊന്നും നന്നായിട്ട് പിറക്കുന്നുണ്ടേ, കണ്ടോ ബാക്കിലൊക്കെ. അടിപൊളി വ്യൂ ആണ് കേട്ടോ ഇവിടുന്ന്. ഇവിടുന്ന് കാണുന്ന വ്യൂ. ആദ്യം വനങ്ങുമ്പോൾ എനിക്ക് പേടിയാണ് കേട്ടോ, ഇതെന്തെങ്കിലും പറ്റുമോന്ന്. ആദ്യം കയറിയപ്പോൾ തന്നെ മറ്റേ വിസ്മയിലൊക്കെ കയറിയ പോലെ മറ്റേ ആകാശത്തൊട്ടിലെല്ലാം പോയ ഒരു ഫീലിംഗാണ്. അപ്പം കാല് വെക്കാനൊരു സ്ഥലം ഉണ്ടായിരുന്നു. അപ്പം ഞാനിത് കയറിയപാട് കണ്ടില്ല. അപ്പം ഞാൻ കാല് താത്തിയിട്ടോട് ചെരുപ്പ് പോകുമോ എന്നുള്ളൊരു പേടിയിലായിരുന്നു. അപ്പം അതൊന്നും സംഭവിച്ചില്ല. ഇതാണ് കേട്ടോ ശരിക്കും വ്യൂ, കാണേണ്ട കിടിലം വ്യൂ ആണ്. ആർക്കങ്ങ് പണി കൊടുക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടിയ വീഡിയോസൊക്കെ എടുത്ത് വെച്ചിരുന്നു. കണ്ടോ 2 തള്ളച്ചിളിരുന്ന് ആടുന്നത്. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, എൻ്റെ മുഖം പൊത്തിയിട്ടൊക്കെ ആടുന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞു ആടി മറ്റേ ആ മരത്തിൻ്റെ മുകളിലൊക്കെ ഉണ്ടാവുക. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ അവിടെ തൂക്കുപാലം ഉണ്ടായിരുന്നു, അവിടെ പോയി
അവിടെ പോയപ്പോൾ പിന്നെ ഒരു സ്ലോ മോഷനിൽ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാതെ വെച്ച്. ഇതിൽ വലിയ കോമഡി എന്ന് വെച്ചാൽ അവിടെ നമ്മൾ റീൽസ് എടുത്തിരുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ 2-3 സ്ലോ മോഷൻ വീഡിയോസൊക്കെ എടുത്തിരുന്നു. അപ്പോൾ പിറ്റേന്ന് തിരിച്ച് വന്നപ്പോൾ എന്തോ ഫോണിൽ മെമ്മറി എത്തിക്കായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു പരിപാടിക്ക് പോയി അവിടുത്തെ വീഡിയോസ് എടുക്കാൻ ആ വീഡിയോ ഞാൻ അറിയാണ്ട് ഡിലീറ്റ് ചെയ്തു പോയി. പിന്നെ നമ്മൾ രാത്രി ഭക്ഷണമൊക്കെ കഴിച്ച് റൂമിലെടുത്തു. നമ്മൾ ഡോർമെട്രി ആണ് എടുത്തത്, കാരണം എല്ലാവരും ഒരുമിച്ച് എൻജോയ് ചെയ്യണമെന്നെല്ലാം ഉപയോഗിച്ചിട്ട്. പക്ഷേങ്കിൽ ചുറ്റിക്കറങ്ങിയ ക്ഷീണത്തിൽ എല്ലാവരും വേഗം കിടന്നുറങ്ങി കേട്ടോ. പിന്നെ നമ്മൾ നേരെ പോയത് വാമലയിലേക്കാണ് കേട്ടോ. വാമലയും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ലിസ്റ്റിലുണ്ടായിരുന്നു, പക്ഷെ എവിടെ എന്നതൊന്നും അറിയത്തില്ല. ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ ഉള്ളത് വാമനയിലാണ്. ഇതാ ഒരുത്തി ഫോണ് വിളിച്ചോണ്ട് വരുന്നുണ്ട്. നോക്കൂ, കൊതച്ച് അമ്മായി ഇപ്പോൾ അവിടെ എടുക്കും. ഞാനിത് ഒരമ്മച്ചി കേരുന്ന നോക്കൂന്നേ നിങ്ങൾ. അമ്മേ അത് പാമ്പാ. നമ്മളിതാ വ്യൂ പോയിന്റിലെത്താനായി ഗായ്സ്. വാമനയിലേക്ക് കുറച്ച് ഉള്ളോട്ട് പോകണം കേട്ടോ. അവിടെ എത്തിയത് നമ്മൾ വിചാരിച്ച് എല്ലപ്പോൾ ഇത് നമ്മൾ വീഡിയോസ് കണ്ട പോലെ ഇവിടെ ആരും വരുത്തൊന്നും ഇല്ലേന്ന്. കാരണം ആ വണ്ടി വെക്കുന്ന സ്ഥലത്ത് ആരും ഇല്ലേനു. ഒരു ജീവി പോലും അതിലേക്കൂടെ പോകുന്നില്ല. ഒരു ബൈക്കുകാരൻ പോകുന്നുണ്ടായിരുന്നു ചോദിച്ചത്. അപ്പോൾ ഡ്രൈവർ നമ്മളെ തമാശയാക്കിയിട്ട് പറഞ്ഞു, ഈ സ്ഥലത്തൊക്കെ ആരെങ്കിലും വരുമോ, ഇനി നാട്ടുകാർ ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ അമേരിക്കയിൽ നിന്നാന്ന് പറഞ്ഞാൽ മതി, വീഡിയോസൊക്കെ കണ്ടിട്ട് വന്നതാന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ, അല്ലാണ്ട് ഈ വട്ടൊന്നും ആയിരിക്കും ഉണ്ടാവില്ല. അങ്ങനെ പറഞ്ഞ് നമ്മൾ സ്റ്റെപ്പ് കയറാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് വലിയ കുന്ന് കുറേ സ്റ്റെപ്പും കയറി മുകളിലെത്തിയാരാന്ന്. അടിപൊളി. ഈ സ്ഥലം കാണാണ്ട് പോയിട്ടുണ്ടെങ്കിലും നഷ്ടമാണെന്ന് തോന്നിയത്, കാരണം അടിപൊളി പ്ലേസാണ് കേട്ടോ. ഇത് ഏതാണെന്ന് അറിയാം, ഏതൊക്കെ സിനിമയിലുണ്ട്. ഒന്ന് ഹൃദയം സിനിമയിൽ പ്രണവ് മോഹൻലാലും മറ്റേ ദർശനം ഇരുന്ന് സംസാരിക്കുന്നില്ലേ, ആ സ്ഥലമാണ് കേട്ടോ ഇത്. അത് കണ്ടിട്ടാണ് നമ്മളിവിടെ വരാനുള്ള ഇൻസ്പയർഡ് ആയത് കേട്ടോ. പക്ഷേ ഇവിടെ രാവിലെ വരണം, അല്ലെങ്കിൽ സന്ധ്യക്ക് ഒരു 4 മണി 5 മണി 6 മണി ആ സമയത്ത് വരണം. എന്നാലാണ് നല്ല അടിപൊളിയായിട്ടിരിക്കാൻ കഴിയും. ഇപ്പം നമ്മൾ പോയത് 10:30 മുടിഞ്ഞ വെയിലാണ് കേട്ടോ. പാറയല്ലേ, ഒന്നുമില്ല, ഒരു തണൽ പോലും ഇല്ല, അത്രയ്ക്ക് വെയിലായിരുന്നു. അപ്പോൾ അവർ താഴേക്ക് ഇറങ്ങി നോക്കിയിരുന്നു. ഇവിടെ നന്നായിട്ട് മയിലില്ലേ, മയിൽ കരയുന്ന ഒച്ച കേട്ടിന് കേട്ടോ. കുറേ മയിലുകൾ നമ്മൾ കാണുകയും ചെയ്തിരുന്നു. അവിടെ നിന്നൊരു അടിപൊളി മയിലിനെ കണ്ടിരുന്നു. നല്ല പീക്കോക്ക് കളറെന്ന് വെച്ചാൽ എങ്ങനെയാണോ ആ മയിൽപ്പീലി നമ്മൾ സാധാരണ കാണുന്നതിനെക്കാട്ടി കുറച്ചൊരു നീല കളർ അധികം ഉള്ളത്. അപ്പം നല്ല വ്യൂ എല്ലാം കണ്ടിനെ, അടിപൊളി വ്യൂ ആണ്. അപ്പോൾ ഇവിടെ പോകാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കുക. കാരണം കയറാനുണ്ട്, ഒരുപാട് സ്റ്റെപ്പും കുന്നൊക്കെ കയറാനുണ്ട്. ഒരു ജീവി പോലും ആ കയറുമ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല. നമ്മളിങ്ങനെ പേടിച്ചിരുന്നു, നമ്മൾ മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. കാരണം ഒരു ജീവി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരുപാട് സ്റ്റെപ്പ് കയറാനുണ്ട്. എടുത്ത് തീരുമാനം തെറ്റിപ്പോയോ എന്നൊക്കെ ചിന്തിച്ചു പോയി. കാരണം നമ്മൾ വട്ടവടയിലായിട്ടാണ് തോന്നും. പോയിട്ട് നോക്കുമ്പോൾ വ്യൂ കാണാനുണ്ട്, പക്ഷെ ഒരുപാട് വെയിലത്ത് നടക്കാനുണ്ട്. വലിയ വെള്ളമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ പിന്നെ അതുപോലെയാണ് ഇതൊന്നും വിചാരിച്ചിരുന്നു. പക്ഷേ ഇത് അടിപൊളിയാണ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ കുറച്ച് സ്റ്റെപ്പൊക്കെ കയറാനുണ്ട്, കുറച്ച് പണ്ടാരടങ്ങുന്നത് വേറെ കാര്യം. പിന്നെ ടൂർ എന്ന് വെച്ചാൽ ഒരു വണ്ടിയിൽ തന്നെ ഇരിക്കലല്ലല്ലോ ടൂറല്ലേ. ഇതുപോലെ എല്ലാവരും പോകുന്ന സ്ഥലത്ത് പോകുന്നതിലല്ലല്ലോ ഒരു കാര്യമുള്ളത്. എല്ലാവരും നിന്ന് വ്യത്യസ്തമായി പോകുന്നതല്ലേ, നമുക്ക് അങ്ങനെയാണ് ഇഷ്ടം. അപ്പോൾ ഡ്രൈവർ നമ്മളെ കളിയാക്കിയും കുറേ ആരും പോകാത്ത വഴികളിലേക്ക് നിങ്ങൾ പോകുന്നൊക്കെ പറഞ്ഞിട്ട്, നിങ്ങൾ ഈ ഫോണിൽ ആടുന്ന ഇതിലൊക്കെ കണ്ടിട്ട് ഓരോ സ്ഥലം സജസ്റ്റ് ചെയ്യും. ലാസ്റ്റ് നമ്മളെ നാട്ടിലെ എന്താ പറയുക ചക്കരക്കൽ എന്നെല്ലാം പറയുന്ന പോലെ സ്ഥലങ്ങളായിരിക്കും അത്. മറ്റേ ഡ്രൈവർ കുറേ നമ്മളെ ആക്കിന കേട്ടോ. പക്ഷേ നമ്മൾ അതിലൊന്നും തളർന്നില്ല. ഒരു സ്ഥലം ഫ്ലോപ്പായതിന് സാരമില്ല എന്ന് വിചാരിച്ചു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ കൂൾ ബാറിൽ കയറി ജ്യൂസൊക്കെ കുടിക്കാൻ നിന്ന്. അപ്പം നമ്മൾ പിന്നെ സൈലൻറ്റ് വാലിയിലാണ്. ഇത് 2ാമത്തെ ദിവസമാണ് കേട്ടോ. സൈലൻറ്റ് വാലിയിലേക്ക് പോകാമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ തലേന്ന് രാത്രി സൈലൻറ്റ് വാലിയിൽ ആരോ പറഞ്ഞ് സൈലൻറ്റ് വാലിയിൽ ബുക്ക് ചെയ്യണം. നമ്മൾ വിളിച്ചേരം ബുക്കിങ്ങൊന്നും ഇല്ലയെന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മൾ തലേന്ന് രാത്രി ഇവിടെ വന്ന് നോക്കിയാന്ന് നെറ്റിൽ നോക്കുമ്പോൾ അന്ന് പിറ്റേന്ന് ലീവാണ്, ഫ്രൈഡേ ലീവാണ്. കാരണം നമ്മളന്ന് പോയ ദിവസം ദുഃഖവെള്ളിയായിരുന്നു, അന്ന് ലീവാണ് കണ്ടത്. നമുക്ക് ഡാൻസും പാട്ടെല്ലാം മാറ്റിയിട്ട് നമുക്കിനി അന്താശ്ശേരിയിലേക്ക് കടക്കാട്ടാ. അപ്പൊ നല്ല ഗായകർക്ക് പ്രത്യേകന്റെ വക ലാസ്റ്റ് സമ്മാനമുണ്ട്. അതുകൊണ്ട് മാക്സിമം നന്നായിട്ട് പാടുക. നിങ്ങൾ പാടി 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 നിന്നിട്ട് വേണം വണ്ടി ഓടാൻ. അതുകൊണ്ട് തുടങ്ങാ. ഈ വിഭാഗം ഒരു ഗ്രൂപ്പ്, ഈ വിഭാഗം ഒരു ഗ്രൂപ്പ്. നിങ്ങൾ താളത്തിനനുസരിച്ചിരിക്കും മറ്റുള്ളവരുടെ കയ്യിൽ. ഇത് കോമഡി ഉദ്ദേശിക്കുന്നത് നിങ്ങൾ സീരിയസ് ആയിട്ട് എടുത്തിട്ട് മറ്റേ ശാസ്ത്രീയ സംഗീതം ഒന്നും പാടണമെന്നില്ല. അറിയുന്ന രീതിയിൽ അറിയുന്ന സൗണ്ട് പാടിയാൽ മതി കേട്ടോ. അപ്പൊ സ്റ്റാർട്ട് ചെയ്യട്ടെ. മൈക്ക് തന്നെ പാടണം, നമുക്ക് എല്ലാവർക്കും കേൾക്കണോ. പിന്നെ നിങ്ങൾക്ക് കക്കൂസിനടുത്ത് പാടാനല്ല.
അങ്ങനെ അതിലിടയ്ക്ക് നമ്മളൊരു അന്താക്ഷരിയൊക്കെ കളിച്ചു, പാട്ടൊക്കെ പാടി. ഒരേ ഡാൻസ് വെച്ച് തുള്ളാനതിനെക്കാട്ടിയും രസം കുറച്ച് പാട്ടൊക്കെ പാടാൻ നേരിച്ച്. എല്ലാവരും പാടാൻ കഴിവുള്ള ആൾക്കാരൊന്നുമല്ല, 1-2 ആൾക്കാർക്ക് പാടാൻ നല്ല കഴിവുണ്ട് കേട്ടോ. ഒരു കുട്ടീനെ കൂടെ തരാം ഞാൻ. ഒരു നടക്കില്ല. കണ്ണനോട് എന്ത് പരിഭവം. കഴിയുന്ന രീതിയിൽ എല്ലാവരും പാടീന കേട്ടോ. പങ്കെടുക്കാത്ത 2-3 ആൾക്കാരോടും ബാക്കി എല്ലാവരും പാടി. നമ്മൾ പിന്നെ പാടി തകർത്ത് എന്ന് പറയാം, ഒരു അവസരം കിട്ടിയതില്ലേ, അതുകൊണ്ട് നമ്മൾ മാക്സിമം മുതലെടുത്തു. പാട്ടൊന്നും ഞാൻ ഇവിടെ ഇടുന്നില്ല, കാരണം കോപ്പിറൈറ്റ് വന്നാലോ വെറുതെ ഇട്ട വീഡിയോയിലൊന്നും ഇല്ലാണ്ടാവും. അടുത്തതായി നമ്മൾ ഗ്രൂപ്പായിട്ടൊക്കെ പാടിയിട്ടുണ്ട് കേട്ടോ, കഴിയുന്ന രീതിയിലല്ലോ. ഒരു ടൂറൊക്കെ പോകുമ്പോൾ പാടാൻ അറിയുന്നവർ മാത്രം പാടിയാൽ പോരല്ലോ, നമുക്ക് പാടാൻ അറിയാത്തത് നമുക്ക് ഒരു അവസരം വേണമല്ലോ എന്ന് വെച്ചാൽ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിന് കേട്ടോ. അപ്പോൾ നമ്മൾ സൈലൻറ്റ് വാലിയിലേക്ക് പോകാമെന്ന് പറഞ്ഞില്ല. അപ്പോൾ അവിടെ അന്ന് ഫെസഹ ദുഃഖവെള്ളിയാണ് നമ്മൾ പോയത്. അപ്പോൾ അന്ന് ലീവായിരുന്നു. അതുകൊണ്ട് നമ്മൾ അന്ന് പാലക്കാട് നിന്ന് വാമനയിലേക്ക് പോയി. അത് കഴിഞ്ഞപ്പോൾ നേരെ നമ്മൾ മിനി ഊട്ടിയിലേക്ക് പോകാൻ തീരുമാനിച്ചു. കാരണം പിന്നെ ഇവിടെ പാലക്കാട് കറങ്ങാനുള്ള സ്ഥലമില്ലായിരുന്നു. നമ്മൾ ആദ്യമൊക്കെ പോകാൻ വേണ്ടിയിട്ട് അവസരം നോക്കിയിരുന്നു. പക്ഷേ എങ്കിൽ ആദ്യമൊക്കെയിൽ നമുക്ക് പോകാനുള്ള പെർമിറ്റ് കിട്ടിയില്ല. കാരണം നമ്മൾ തലേന്നാണ് പോകാൻ വേണ്ടി നോക്കുന്നത്. അപ്പോൾ പിറ്റേന്നേക്ക് സൈറ്റ് ബ്ലോക്കായി. അപ്പോൾ അന്ന് ലീവ് ആയതുകൊണ്ട് RT ഓഫീസ് ലീവ് ആയതുകൊണ്ട് അവിടെ പോയിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ നേരെ മിനി ഊട്ടിയിലേക്ക് പോയി. അപ്പം മിനി ഊട്ടിയിൽ മാക്സിമം നമ്മൾ എൻജോയ് ചെയ്ത്. അപ്പോൾ മിനി ഊട്ടിയിലേക്കാണ് കേട്ടോ നമ്മൾ എത്തിയത്. അവിടെ ഒരു പാർക്കാണ്. അവിടെ പോകുന്ന വഴിക്ക് ഭയങ്കര നാറ്റായിരുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് എത്തിയതൊന്നുമില്ല. പിന്നെ അവിടെ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജ് കയറി. ഗ്ലാസ് ബ്രിഡ്ജിലായിട്ട് കയറുന്നുണ്ടെങ്കിൽ 200 രൂപയാണ്. അപ്പോൾ നമ്മൾ കുറേ ആൾക്കാരുള്ള അവർ പാക്കേജ് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ 5 സ്ഥലത്ത് 5 ഐറ്റംസ് കയറാൻ നമ്മളെടുക്കുന്നത് 300 ആണ് ഒരാളെടുക്കുന്നത് വാങ്ങിയത്. കുട്ടികൾക്കാണെങ്കിൽ 150 ആണ് വാങ്ങിയത്. ഒരു പാക്കേജായിട്ട് എടുത്തത്, കാരണം ഇത്രയും ആൾക്കാരില്ലേ എന്നെല്ലാം പറഞ്ഞിട്ട് അവർ തന്നത് അങ്ങനെ. അപ്പോൾ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജ് കയറുന്നതാണ് കേട്ടോ. ഞാൻ ഓൾറെഡി വയനാട്ടിൽ പോയാലും 900 കണ്ടിയിൽ 2 പ്രാവശ്യം ഗ്ലാസ് ബ്രിഡ്ജ് കയറിയതാണ്. എനിക്ക് വലിയ എഫക്റ്റൊന്നും തോന്നിയില്ല. എന്നാലും താഴോട്ട് നോക്കുമ്പോൾ ഒരു കാലുപറി ഉണ്ട് കേട്ടോ. അത് എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞു എല്ലാവരും പേടിക്കാണ്ടൊക്കെ ഗ്ലാസ് ബ്രിഡ്ജ് കയറി. അപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജിൽ നല്ല തിരക്കായിരുന്നു. നമ്മൾ സിംഗിൾ ഫോട്ടോസൊന്നും എടുക്കാൻ കുറേ കഷ്ടപ്പെട്ടു. നമ്മൾ പിന്നെ പോയ സ്ഥിതിക്ക് ഒരു 3-5 ഫോട്ടോസ് എടുക്കാണ്ട് തിരിച്ച് വരാറില്ലല്ലോ. അപ്പം ഇങ്ങനെ താഴോട്ട് നോക്കുമ്പോൾ ചെറുതായിട്ടൊരു പേടി, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് പേടിച്ചിട്ടൊന്നുമില്ലല്ലേ. അപ്പോൾ മാക്സിമം നമ്മളെല്ലാവരും ഇരുന്ന് ഫോട്ടോയിൽ എടുക്കുമ്പോഴേക്കും അത് അവിടെ നിന്ന് ആടുന്നുണ്ടായിരുന്നു. പക്ഷേ 900 കണ്ടീന് അത്ര ഒരു ഇതില്ലാന്ന് തോന്നുന്നു. കാരണം ഇത് നല്ല പില്ലർ വാർത്തിട്ടായതുകൊണ്ട് നമുക്ക് അത്ര വലിയ പേടി തോന്നുന്നില്ല. 900 കണ്ടിയിൽ മറ്റേ ഇരുമ്പിൻ്റെ കമ്പി വെച്ച് അങ്ങനെ എന്തോ ആക്കിയല്ലേ, അത് കാണുമ്പോൾ തന്നെ ഒരു പേടിയുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ ലോങ് വേന്ന് എടുത്തതാണ് കേട്ടോ ആ ഫുൾ വീഡിയോ ഇട്ട്. അത് കഴിഞ്ഞ് നമ്മൾ അവിടുത്തെ ബസ് സ്റ്റേഷനിലേക്കാണ് രണ്ടാമത് പോയത്. ഇവിടെ നമ്മൾ കണ്ണൂർ ബസ് സ്റ്റേഷനിലുള്ള പോലെ അല്ല കേട്ടോ. ആ ഒരു ടിക്കറ്റിൽ നമുക്ക് അവിടെയുള്ള ഏത് വെച്ചാൽ കൈമൽ കയറുന്ന ഏത് മൃഗത്തെയും നമുക്ക് കയ്യിലെടുക്കാം. അതായത് പക്ഷിയുണ്ട്, മറ്റേ ആ വലിയൊരു പക്ഷിയിലായിരുന്നു, പേര് എനിക്ക് ഓർമ്മയില്ല, പഞ്ചവർണ്ണ തത്തയൊന്നും. പിന്നെ പാമ്പിനെ എടുക്കാം, വലിയ ഇഗ്വാനി ഇല്ലേ അതിനൊക്കെ എടുക്കാം. നമ്മളിപ്പോൾ ഇവിടെ കണ്ണൂർ ബസ് സ്റ്റേഷനിലൊക്കെ പോയാൽ ഇതിനൊക്കെ എടുക്കാൻ സെപ്പറേറ്റ് പൈസയില്ലേ, ഓരോന്നിനും എടുക്കാനോ അല്ല ഒരു പാക്കേജായിട്ട് ഇത്ര എണ്ണത്തിന് എടുക്കാമെന്നുള്ള. ഇതിവിടെ എൻട്രി ചെയ്യുമ്പോൾ എല്ലാത്തിനും എടുക്കാമെന്നുള്ള ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മാക്സിമം എല്ലാവരും എടുത്തിരുന്നു. വേടിയുള്ള ആൾക്കാരൊന്നും പാമ്പിനെയൊന്നും എടുത്തില്ല കേട്ടോ. ഇവിടെ പിന്നെ വേഗം ഫോട്ടോ എടുത്ത് അപ്പാട് മാറ്റുന്നുണ്ട്. പിന്നെ കണ്ണൂർ ബസ് സ്റ്റേഷനിൽ ഒരു സാധനത്തിന് നമ്മൾ മേത്ത് വെച്ച് കഴിഞ്ഞാൽ അവരൊരു 5 മിനിറ്റെങ്കിലും നമ്മളെ കയ്യിൽ അതിനെ തരുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഈ അണ്ടർ വാട്ടർ ടണലുണ്ടായിരുന്നു അവിടെ പോകുന്നു. അപ്പോൾ അവിടെ പോകുമ്പോൾ കണ്ടൊരു മീനാണ് കേട്ടോ. അത് എന്താ പേരൊന്നും എനിക്കറിയില്ല, തെരണ്ടിയാണെന്നല്ല ഓരോരുത്തർ പറയുന്നുണ്ട്. നല്ല ഡെക്കറേഷൻസിൻ്റെ ഉള്ള തെരണ്ടിയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ അണ്ടർ വാട്ടറിലേക്ക് പോകുന്നതാണ്. ഇത് നമ്മൾ കണ്ണൂർ മറ്റേ അണ്ടർ വാട്ടർ ടണലിൽ വന്നിരുന്നു, മറ്റേ ഫെയറിനൊക്കെ. ആ കണ്ടൊരു എഫക്റ്റ് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ചെറിയൊരു സ്ഥലം, ഇതുവരെ കാണാത്തവർക്ക് ഒരു വലിയൊരു ഇതാണ് കേട്ടോ. നമ്മളിങ്ങനെ ആദ്യമായിട്ട് കാണുന്ന പോലെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് കുറച്ച് സംസാരിച്ചൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. വെറുതെ ഷോ ഓഫാണ് ഇതൊക്കെ.
ഇത് കഴിഞ്ഞ് നമ്മൾ മേലെ ഏറ്റവും മേലെ ഇതിൻ്റെ ഫുൾ വ്യൂ കാണുന്നൊരു സ്ഥലം, അതിൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല, ഫുൾ വ്യൂ കാണും. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ എന്താ ഗ്ലാസ് മിറർ അങ്ങനെ എന്തോ ഒരു സംഭവമില്ല, അതിലേക്കാണ് കേട്ടോ. കാരണം ഇതിലെല്ലാവരും ക്യൂ ആയിട്ട് പോയതുകൊണ്ട് ഒരു കുഴപ്പമില്ലാണ്ട് പോയിട്ടുണ്ട്. കാരണം മുമ്പിലുള്ള ആൾ പോകുന്ന പോലെ തന്നെ ബാക്കിലുള്ള ആൾക്കാർ പോയത്. ശരിക്കും പറഞ്ഞാൽ ഒറ്റക്കോ രണ്ടാളോ വെച്ചിട്ട് പോകണത്, മുന്നിൽ ആളില്ലാണ്ട് പോകണം. എന്നാൽ ഏകദേശം ഇത് എവിടെ എത്തി, ഇനി അടുത്തത് എവിടെയാണോ, ഇത് ഡോറാണോ എന്നുള്ള കൺഫ്യൂഷനിൽ പോകാൻ കഴിയും. എന്നാലും ഒരു ത്രില്ലുള്ളൂ. നമ്മളിത് വിസ്മയിൽ പോയാലും കണ്ണൂർ വിസ്മയ പാർക്കിൽ പോയാലും പോയതാണ് കേട്ടോ. പിന്നെ അവിടെ നിന്ന് നമ്മളൊരു റീൽസ് എടുത്തു. ഈ റീൽസ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഷോർട്സ് ആയിട്ട്. കാണാത്തവരുണ്ടെങ്കിലും ഒന്ന് പോയി കാണും കേട്ടോ. ഇത് റീൽസ് എടുക്കുന്ന പിന്നാമ്പുറ കാഴ്ചകളാണ്, കാരണം അവിടെയുള്ള എല്ലാവരും നമ്മൾ നോക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ആദ്യം പാട്ട് സെക്ഷൻ ആദ്യം തുടങ്ങി. അപ്പോൾ പിള്ളേർ വൈബിലുള്ള പാട്ടുകളാണ് പാടിയത്. നമ്മളൊരു ഗെയിമാണ് കേട്ടോ, എമ്പുരാനെ സോങ് ഇല്ലേ, അത് ഓരോരുത്തരുടെ വേർഷനിൽ പറയുന്ന ഒരു ഗെയിമാണ്. അവരെല്ലാവരും എങ്ങനെ പാടുക നമുക്ക് നോക്കാം അല്ലേ. വാ, ആരാ ഫസ്റ്റ് തുടങ്ങും? എല്ലാവരും പാടുന്നത് ഞാൻ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടില്ല, കാരണം അത് ബോറടിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു കേക്കൊക്കെ വാങ്ങിച്ചല്ല, എൻ്റെ ഏൻ്റീൻ്റെ അവന് ആനിവേഴ്സറിയാണ്. അപ്പോൾ അന്നത്തെ ദിവസം ആനിവേഴ്സറിയാണ്, നമ്മൾ പറഞ്ഞ ചിലവ് വേണം. അപ്പോൾ ആൻറ്റി രാവിലെ പറഞ്ഞിരുന്നു കേക്ക് വാങ്ങിക്കാമെന്ന്. അപ്പോൾ രാവിലെ പറഞ്ഞിട്ടുണ്ടെങ്കിലും രാത്രിയായി നമ്മളൊരു കേക്ക് വാങ്ങിക്കാം. അപ്പോൾ നമ്മൾ പിന്നെ എത്തിയത് കോഴിക്കോട് ബീച്ചിലേക്കാണ്. എല്ലാവർക്കും ഒരേ നിർബന്ധം കോഴിക്കോട് ബീച്ച് കാണണം, പിന്നെ പോയേക്കാന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് ആൻറ്റി ഒരു കേക്ക് വാങ്ങി. അപ്പം നമ്മൾ ബീച്ചിൽ വെച്ച് കേക്ക് മുറിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ആനിവേഴ്സറി ആഘോഷിക്കാൻ ആപ്പനില്ല, ആപ്പൻ ഗൾഫിലാണ്. അപ്പോൾ ആൻറ്റിയും മക്കളും കൂടെ ഇരുന്ന് ആനിവേഴ്സറി ആഘോഷിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫാമിലി കുറേ ആൾക്കാരുണ്ട് കേട്ടോ. എൻ്റെ ആപ്പൻ്റെ ഭാര്യമാർ 3 ആളുണ്ട്, എൻ്റെ അച്ഛൻ്റെ അനിയത്തിയുണ്ട് ഒരാൾ, പിന്നെ ഞാനും നമ്മളെ ഫാമിലി, അവരെ മക്കളും. നമ്മൾ ഫാമിലി തന്നെ ഏകദേശം 100 ആൾക്കാരുണ്ട് കേട്ടോ. പിന്നെ നാട്ടിലുള്ളവരാണ് എല്ലാവരും. നാട്ടിൽ നിന്നൊരു അംഗൻവാടി ഉണ്ട്, അവിടെ നമ്മൾ കൊല്ലത്തിൽ പോകുന്ന ടൂറാണ് കേട്ടോ. ഇപ്രാവശ്യം പക്ഷേ അംഗൻവാടിയിൽ ടീച്ചർക്കൊന്നും വരാൻ പറ്റിയില്ല, ചില കാരണങ്ങൾ കൊണ്ട് അവരൊന്നും ഇല്ലാണ്ടായിപ്പോയി. പക്ഷെ നമ്മൾ 2 ദിവസത്തെ ടൂർ നമ്മൾ ശരിക്കും അടിച്ചു പൊളിച്ചു കേട്ടോ. നമ്മൾ അവിടെ നിന്ന് കേക്കൊക്കെ മുറിച്ചു, നമ്മളവിടെ മലിനമാക്കിയിട്ടൊന്നും ഇല്ല കേട്ടോ. നമ്മൾ കേക്കൊക്കെ മുറിച്ചു എല്ലാം നല്ല രീതിയിൽ ഡിസ്പോസ് ചെയ്തു. അവിടെ കച്ചറയൊന്നും ആക്കാണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമ്മൾ കേക്കൊക്കെ മുറിച്ച് ഞാൻ ഏൻ്റിക്കൊരു പണി കൊടുത്തു. ഏൻ്റിക്ക് കേക്കുകൾ മുറിച്ച് മുഖത്തൊക്കെ പുരട്ടി കൊടുത്തു. എന്നാലൊക്കെയും ഒരു സന്തോഷമുള്ളൂ. കുറച്ച് പുരട്ടിയിട്ടില്ല, എനിക്ക് കേക്കൊക്കെ ഭക്ഷണം പഴക്കി കളഞ്ഞു എന്ന് ആരും പറയരുത്. ഞാനൊരു ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുത്തിട്ടേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് എല്ലാവർക്കും നമ്മൾ മുറിച്ചൊന്ന് ഷെയർ ചെയ്തു. അപ്പം നമ്മൾ അവിടെ നിന്ന് കണ്ടവർക്കൊക്കെ കൊടുത്തിരുന്നു, എല്ലാവർക്കും കൊടുത്തിട്ടൊന്നുമില്ല, നമ്മളെ ജസ്റ്റ് അടുത്തിരുന്നവർക്കൊക്കെ കൊടുത്തിരുന്നു. അങ്ങനെ നമ്മൾ കേക്ക് മുറിച്ചു. ഞാൻ കേക്ക് മുറിച്ചു കൊടുത്തു, പക്ഷേ ഞാൻ ആദ്യം തന്നെ എടുത്ത് വായിലിട്ടു. അത് കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റ് ഒരു റെസ്റ്റോറൻറ്റ് കയറി, പേരൊന്നും എനിക്കറിയില്ല, പക്ഷെ മുടിഞ്ഞ പൈസയാണ് കേട്ടോ. തൊട്ടേഴ് പൈസയാണ്, സാധാരണ ഉണ്ടാകുന്ന പൈസേനെക്കാട്ടും കുറച്ചധികം. ഞാൻ അയാളോട് പറഞ്ഞാൽ അയാളൊന്നും സമ്മതിച്ചില്ല. പിന്നെ അവിടെ നിന്ന് കഴിച്ചു ഇറങ്ങി. അപ്പം ഞാൻ ചെറിയ മോനെ ഞാൻ കൂട്ടിയിട്ടില്ലായിരുന്നു ടൂറിന്. അപ്പോൾ അവന് വേണ്ടിയിട്ട് ഞാനൊരു മെറ്റലിൻ്റെ ഒരു കാറ് കൊണ്ട് കൊടുത്തു. അവനെ ഒന്ന് ഹാപ്പി ആക്കണമല്ലോ. അവനെ കൂട്ടാത്തത് വേറെ ഒന്നുമല്ല, ഭയങ്കര കുരുത്തക്കേടാണ്. അവനെ കൂട്ടിയിരുന്നെങ്കിൽ ഈ 2 ദിവസത്തെ ടൂറ് ഞാൻ ഒരു ദിവസം കൊണ്ട് ഫിനിഷാക്കിയിട്ട് വരേണ്ടി വരും. അപ്പോൾ അവനെ സോപ്പിടാൻ വേണ്ടി ഞാനൊരു വണ്ടിയും കൂടെ വാങ്ങിച്ചു കൊടുത്തു. എന്തൊക്കെ സഹിക്കണം ഒരു ടൂറ് പോകുന്നുണ്ടെങ്കിലേ. അപ്പോൾ അവന് അറിയായിരുന്നു ഞാൻ ടൂറ് പോകുന്നതാന്ന്. പിറ്റേ ദിവസം അറിയുന്നു, ഞാൻ പറഞ്ഞില്ലായിരുന്നു. പിറ്റേ ദിവസം ഞാൻ പോയാലും അറിയായിരുന്നു ടൂറ് പോയിന്ന്. അപ്പോൾ അവൻ തന്നെ പറഞ്ഞു കുരുത്തക്കേട് കളിക്കുന്നതുകൊണ്ട് എന്നെ അമ്മ കൂട്ടാനിരുന്നു. അപ്പോൾ ഞാൻ പോകുമ്പോൾ വിചാരിച്ചിരുന്നു അവനെ കൂട്ടാത്തതിൽ ഒരു കളിസാധനം വാങ്ങിച്ചു കൊടുക്കാറ്. അപ്പോൾ പിന്നെ മൂത്താൾക്ക് ഈ കളിസാധനമാണ് ഇഷ്ടപ്പെട്ടിന്. അപ്പോൾ മൂത്താളെ ഞാൻ ടൂറിന് കൂട്ടി. അപ്പോൾ ഇളയാക്കും അത് തന്നെ വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഡോറൊക്കെ തുറക്കുന്ന ഒരു കാറാണ് കേട്ടോ. അപ്പോൾ അവൻ അതിനെ കൊണ്ട് തൃപ്തിയായി. ഇങ്ങനെയാണ് ഓരോ കുട്ടികളൊക്കെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിക്കാനൊരു നമ്മൾ പാരൻസിൻ്റെ കഷ്ടപ്പാടുകളെ. അപ്പോൾ അങ്ങനെ എൻ്റെ ടൂറിൻ്റെ വിശേഷങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്നാ കഴിയുന്ന ഒരു ചെറിയ വീഡിയോ എടുത്തു, ഞാനൊരു വീഡിയോ എടുത്തു, ജസ്റ്റ് ഒന്ന് അത് യൂട്യൂബിൽ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് കുറേ മടികളുണ്ട് കേട്ടോ. ആ മടികളിലെല്ലാം മാറ്റി വെച്ച് ചെറുതായിട്ടൊന്ന് വോയിസൊക്കെ ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു ലോങ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ.